ഹായ്, ദിസ് ഇസ് നവീൻ കുമാർ. പൊതുവെ 18 വയസ്സിനും 28 വയസ്സിനും ഇടയിൽ പ്രായമുള്ള വ്യക്തികൾ അവർ ചെയ്യുന്ന മിസ്റ്റേക്സ് എന്തൊക്കെയാണ്? ഈ പ്രായത്തിലുള്ള ചെറുപ്പക്കാരാണെങ്കിലും ചെറുപ്പക്കാരികളാണെങ്കിലും ഇവർ ചില മിസ്റ്റേക്സുകൾ ചെയ്യാറുണ്ട്. ഇവർ ചെയ്യുന്ന ചില കാര്യങ്ങളാണ്, എന്നാൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. ഏതൊക്കെയാണ് ആ 6 കാര്യങ്ങളെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്പർ 1, നോട്ട് ഇംപ്രൂവിങ് വൺ സെൽഫ്. അവനവനെ തന്നെ വളർത്തിയെടുക്കാനായി, അവനവനെ തന്നെ ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഇത് വലിയൊരു അബദ്ധം തന്നെയാണ്. നമ്മളൊരു ഫുട്ബോൾ ഗ്രൗണ്ടിലേക്ക് ഫുട്ബോൾ കളിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഒരു വലിയ മാച്ചിൽ പങ്കെടുക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയും നമ്മൾ അതിലെ ടെക്നിക്സ് പഠിക്കുകയും നമ്മൾ ശാരീരികമായും മാനസികമായും ആ മാച്ച് നന്നായി കളിക്കാനായി പ്രിപ്പയർഡ് ആവുകയൊക്കെ ചെയ്യാറുണ്ട്. എന്നാൽ അതേപോലെ ജീവിതമാവുന്ന കളിയിലേക്കുള്ള പ്രിപ്പറേഷൻ വർക്ക്സും അതിനുവേണ്ടിയുള്ള പ്രാക്ടീസുകളും അതിനുവേണ്ടിയിട്ടുള്ള ഹാബിറ്റ്സും ഒക്കെ ഫോം ചെയ്യേണ്ട ഒരു ടൈം ഫ്രെയിമാണ് ഈ 18 വയസ്സിനും 28 വയസ്സിനും ഇടയിലുള്ള പ്രായം എന്നുള്ളത്. ആ സമയത്ത് നമ്മൾ വേണ്ട രീതിയിൽ പ്രിപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കുന്നത് ഭാവിയിലായിരിക്കും. അപ്പൊ അത് ഉണ്ടാവാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ പ്രായത്തെ തന്നെ സെൽഫ് ഇംപ്രൂവ്മെന്റിന് വേണ്ടി ഉപയോഗിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിക്കാൻ, നല്ല രീതിയിൽ പൊതുവേദിയിൽ സംസാരിക്കാൻ പഠിക്കാൻ, പ്രസന്റേഷൻ സ്കില്ലുകൾ പഠിക്കാൻ, അതല്ല മറ്റെന്തെങ്കിലും ടെക്നിക്കൽ സ്കിൽസ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെങ്കിൽ ആ സ്കിൽസ് അക്വയർ ചെയ്യാനും അത് പ്രാക്ടീസ് ചെയ്യാനും അത് സ്വായത്തമാക്കി എടുക്കാനും ഒക്കെ പറ്റുന്ന ഒരു പ്രായമാണ് അത്. അപ്പൊ ഈ ഒരു 18 വയസ്സിനും 28 വയസ്സിനുമുള്ള മെജോറിറ്റി ആളുകളെ സംബന്ധിച്ച് കൂടുതൽ ആളുകളും അവർ കൃത്യമായ രീതിയിൽ ഈ കാലഘട്ടത്തെ ഉപയോഗിക്കുന്നില്ല എന്ന് തന്നെ നമ്മൾ പറയണം. അവനവനെ ഇംപ്രൂവ് ചെയ്യാനായി പിന്നീട് ഒരു അവസരം വരുമ്പോൾ, ഒരുപക്ഷെ ഒരു ജോലി സ്ഥാപനത്തിൽ ജോലിയിട്ട് ചെല്ലുമ്പോഴായിരിക്കും ഈ കാര്യങ്ങളൊക്കെ ഞാൻ പണ്ട് പഠിക്കേണ്ടതായിരുന്നല്ലോ, അന്ന് എനിക്ക് പഠിക്കാൻ അവസരങ്ങൾ ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ ചിന്തിക്കാറ്. എന്നാൽ ഇനിയെങ്കിലും ഈ ഒരു പ്രായത്തിനിടയിലുള്ള വ്യക്തികളെ സംബന്ധിച്ച് ഇപ്പോൾ ഈ സമയം തന്നെ കൃത്യമായി അവനവനെ ഇംപ്രൂവ് ചെയ്യാൻ, നമ്മളുടെ ബേസിക് ആയ ലൈഫ് സ്കില്ലുകളും ടെക്നിക്കലായിട്ടുള്ള നമ്മുടെ കഴിവുകളെ വളർത്തിയെടുക്കാനും ഒക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടതാണ്. നമ്മൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു മിസ്റ്റേക്ക് ഇതാണ്: 18 വയസ്സിനും 28 വയസ്സിനും ഇടയിൽ സെൽഫ് ഇംപ്രൂവ്മെന്റിന് വേണ്ടി സമയം ചിലവഴിക്കാതിരിക്കുക എന്നുള്ള തെറ്റ്. 2, നോട്ട് ഇംപ്രൂവിംഗ് ഹെൽത്ത്. അവനവന്റെ ആരോഗ്യം മികച്ചതാക്കി എടുക്കാൻ, അവനവന്റെ ആരോഗ്യം നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ് ഇത്. എക്സസൈസ് ചെയ്തുകൊണ്ടും, ഇനി ജിംനേഷ്യത്തിൽ പോയിട്ടാണെങ്കിൽ അത്തരത്തിലുള്ള ആക്ടിവിറ്റീസിലൂടെ, അതല്ല കരാട്ടെ, കുംഫു അങ്ങനെയുള്ള മാർഷൽ ആർട്സ് പഠിച്ചിട്ടാണെങ്കിൽ അങ്ങനെയുള്ള ആക്ടിവിറ്റീസിലൊക്കെ ഉൾപ്പെട്ടതിന് ശേഷം നല്ല രീതിയിൽ നമ്മുടെ ഹെൽത്തിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രായമാണിത്. 18 വയസ്സിനും 28 വയസ്സിനും ഇടയിൽ പല വ്യക്തികളും ഈ എക്സസൈസുകളും ഈ ജിംനേഷ്യത്തിൽ പോക്കൊക്കെ ചെയ്യുന്നവരുണ്ട്. എന്നാൽ ഒരുപാട് ആളുകൾ ഇതൊന്നും ചെയ്യാത്തവരുമുണ്ട്. കൃത്യമായി ഫിസിക്കൽ ആയിട്ടുള്ള ഹെൽത്ത് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ് ഇത്. എക്സസൈസ് ചെയ്തുകൊണ്ടും മറ്റ് ഇതര ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടും നമ്മുടെ ഹെൽത്തിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ തയ്യാറാവണം ഈ പ്രായത്തിൽ. കാരണം ഭാവിയിലെ നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ എത്രത്തോളം നമ്മൾ എന്ത് ചെയ്തു നമ്മുടെ ശരീരത്തെ പ്രൊട്ടക്ട് ചെയ്യാനും നമ്മുടെ ശരീരത്തെ കരുത്തമാക്കാനും നമ്മൾ എന്ത് ചെയ്തു എന്നതിനെ ആസ്പദമാക്കിയിരിക്കും. 18 വയസ്സിനും 28 വയസ്സിനും ഇടയിൽ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു മിസ്റ്റേക്കാണ് സ്വന്തം ഹെൽത്തിനെ കെയർ ചെയ്യാതിരിക്കുക, സ്വന്തം ആരോഗ്യത്തെ സംരക്ഷിക്കാതിരിക്കുക എന്നുള്ളത്. നിങ്ങൾ എക്സസൈസ് ചെയ്യുന്ന വ്യക്തിയാണോ? നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ ഇംപ്രൂവ് ചെയ്യാനായി, നിങ്ങളുടെ ശരീരത്തിന്റെ ആരോഗ്യത്തെ ഇംപ്രൂവ് ചെയ്യാനായി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്? അതെന്തൊക്കെയാണ് എന്ന് കൃത്യമായി വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാൻ മറക്കാതിരിക്കുക. 3, നോട്ട് ഫൈൻഡിങ് റൈറ്റ് അസോസിയേഷൻസ്. നല്ല കൂട്ടുകെട്ടുകൾ കണ്ടെത്താതിരിക്കുക. ഇതാണ് മറ്റൊരു മിസ്റ്റേക്ക്. നിങ്ങൾ ഒരുപക്ഷെ ഒരു പുലിയായിരിക്കും, പക്ഷെ നിങ്ങൾ ചെന്നുപെടുന്നത് ഒരു താറാവൻ കൂട്ടത്തിലോ അല്ലെങ്കിൽ കോഴിക്കൂട്ടത്തിലോ ആണെങ്കിൽ നിങ്ങളുടെ ചിന്താഗതിയും നിങ്ങളെന്ന് പറയുന്ന വ്യക്തിത്വത്തിന്റെ സെൽഫ് റിഫ്ലക്ഷനും ഒക്കെ ആ കൂട്ടത്തിന്റെ സ്വഭാവമായിരിക്കും. നമുക്കറിയാം, ഒരു കൂട്ടമായി നിൽക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന എനർജി സിനർജി ആണെന്നും അത് വളരെയധികം റിസൾട്ട് ഉണ്ടാക്കാൻ കഴിവുള്ളതാണെന്നും. നമ്മളൊരു പുലിയായിരിക്കെ നമ്മൾ ഇതര കൂട്ടങ്ങളിൽ പോയി നിൽക്കുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന സിനർജി നമ്മുടെ ശക്തിയെ പുറത്തെടുക്കാൻ സഹായിക്കുന്നതായിരിക്കില്ല. നമ്മുടെ യഥാർത്ഥ ശക്തിയെ പുറത്തെടുക്കണമെന്നുണ്ടെങ്കിൽ റൈറ്റ് അസോസിയേഷൻസ് മസ്റ്റാണ്. നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, മികച്ച ഗോളുകളുള്ള, മികച്ച ലക്ഷ്യങ്ങളുള്ള, നല്ല കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അത്തരത്തിലുള്ള കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഈ പ്രായത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം തന്നെയാണ്. എന്നാൽ പലർക്കും വരുന്ന മിസ്റ്റേക്ക് ഇതാണ്: ഒരുപാട് കപ്പാസിറ്റിയും ഒരുപാട് കേപ്പബിലിറ്റിയും ഒക്കെ ഉണ്ടായിട്ടും ചെന്നുവിടുന്ന കൂട്ടുകെട്ടുകൾ മോശമായതുകൊണ്ട്, അല്ലെങ്കിൽ ഇവരുടെ ലെവലിൽ നിന്ന് ചിന്തിക്കാൻ പറ്റുന്ന വ്യക്തികൾ അല്ലാത്തതുകൊണ്ട് ഇവർ പലപ്പോഴും അവിടെ മണ്ടന്മാരായി മാറുകയായിരിക്കും പതിവ്. കാര്യം ഇവർ പറയുന്ന ആശയങ്ങളൊക്കെ വലിയ ആശയങ്ങളായിരിക്കും. എന്നാൽ കൂടെയുള്ള ആളുകൾക്ക് അത് കൃത്യമായി ഡൈജസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് അവർ അതിനെതിരായിട്ടായിരിക്കും പറയുന്നത്. അങ്ങനെ സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കലി ഇവരുടെ മനസ്സിൽ ഇവരുടെ ചിത്രം വളരെ ചെറുതായി ചുരുങ്ങി പോവുകയാണ് ചെയ്യുന്നത്. റൈറ്റ് അസോസിയേഷൻസ് മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ച് 18 വയസ്സിനും 28 വയസ്സിനും ഇടയിലുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് നല്ല അസോസിയേഷനിൽ ചെന്ന് പെടുക, അല്ലെങ്കിൽ കൺഡ്യൂസീവ് എൻവയോൺമെന്റ്, നമുക്ക് വളരാൻ സഹായിക്കുന്ന ഒരു എൻവയോൺമെന്റിനിടയിൽ ചെന്ന് പെടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ തയ്യാറായ മതിയാവൂ. 18 വയസ്സിനും 28 വയസ്സിനും ഇടയിലുള്ള വ്യക്തികൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ് റൈറ്റ് അസോസിയേഷൻസ് കണ്ടുപിടിക്കാതിരിക്കുക എന്നുള്ളത്. 4, നോട്ട് ഫോമിംഗ് ഇൻവെസ്റ്റ്മെന്റ് ഹാബിറ്റ്സ്. ഇൻവെസ്റ്റ്മെന്റ് ഹാബിറ്റുകൾ തുടങ്ങാതിരിക്കുക.
കയ്യിൽ വരുന്ന പണം അത് ചെറിയ പണമാണെങ്കിലും ചെറിയ എമൗണ്ട് ആണുള്ളതെങ്കിലും ആ എമൗണ്ടിനെ കൃത്യമായി മാനേജ് ചെയ്യാനും ആ എമൗണ്ടിൽ നിന്ന് തന്നെ ഒരു സേവിങ്സ് മാറ്റി വെക്കാനും അത്തരത്തിലുള്ള ഒരു അപ്രോച്ച് എടുക്കാതിരിക്കുക എന്നുള്ളത് വലിയൊരു മണ്ടത്തരം തന്നെയാണ്, ഒരു വലിയ മിസ്റ്റേക്ക് തന്നെയാണ്. കാരണം 18 വയസ്സിനും 28 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിന് കിട്ടുന്ന ചെറിയ രീതിയിലുള്ള വരുമാനമാണെങ്കിലും ചെറിയ രീതിയിൽ കിട്ടുന്ന മണിയാണെങ്കിലും അതിനെ സേവ് ചെയ്യാൻ തയ്യാറായാൽ, അതിനെ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായാൽ ഒരു 30 വയസ്സാകുമ്പോഴോ 32 വയസ്സാകുമ്പോഴോ അതിന്റെ മൾട്ടിപ്പിൾസ് ആയിട്ടായിരിക്കും തിരിച്ച് കയ്യിൽ കിട്ടുന്നത്. ആ സമയത്ത് പണമില്ലാതെ വിഷമിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ സമയം കൃത്യമായി ഇൻവെസ്റ്റ്മെന്റ് ഹാബിറ്റ് തുടങ്ങാൻ കൂടി വേണ്ടി ഉപയോഗിക്കേണ്ടതാണ്. പല വ്യക്തികളും ചിന്തിക്കുന്നത് എങ്ങനെയാണ്, ഒരു പ്രായം കഴിയട്ടെ, അതിനുശേഷം ധാരാളം പണം എന്റെ കയ്യിലേക്ക് വരും, ആ സമയത്ത് ഞാൻ ഇൻവെസ്റ്റ്മെന്റുകൾ തുടങ്ങാം, ആ സമയത്ത് ഞാൻ മണി മാനേജ്മെന്റ് തുടങ്ങാം എന്നിങ്ങനെ ചിന്തിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ പണം വന്നതിന് ശേഷമല്ല മണി മാനേജ്മെന്റ് പഠിക്കേണ്ടത്, മറിച്ച് അതൊരു ഹാബിറ്റാണ്, അതൊരു ശീലമാണ്. ചെറിയ എമൗണ്ട് ആണെങ്കിലും വലിയ എമൗണ്ട് ആണെങ്കിലും അതിനെ കൃത്യമായി മാനേജ് ചെയ്യാനുള്ള ഒരു ഹാബിറ്റ് ചെറിയ പ്രായത്തിൽ തന്നെ നമുക്ക് ഉണ്ടായാൽ ഭാവിയിൽ അത് ഒരുപാട് പ്രയോജനപ്രദമാവും. ഇൻവെസ്റ്റ്മെന്റ് ഹാബിറ്റ് ഇല്ലായ്മ എന്നുള്ളതാണ് 18 വയസ്സിനും 28 വയസ്സിനും ഇടയിലുള്ള ആളുകൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട മറ്റൊരു മിസ്റ്റേക്ക്. നമുക്ക് തുടങ്ങണം ഇൻവെസ്റ്റ്മെന്റ് ഹാബിറ്റ്. അത് 10 രൂപ വെച്ചാണെങ്കിലും തുടങ്ങാം, ആ 10 റുപ്പീസ് ആണെങ്കിൽ കൃത്യമായി ഇൻവെസ്റ്റ് ചെയ്യുന്ന, അതിനെ സേവ് ചെയ്യുന്ന ആ ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യാനായി നമ്മൾ തയ്യാറാവേണ്ടതാണ്. 5, നോട്ട് അണ്ടർസ്റ്റാൻഡിങ് പാഷൻ ആൻഡ് ചേസിങ് ഇറ്റ്. നമ്മുടെ പാഷൻ എന്താണ്, നമ്മുടെ അഭിനിവേശം എന്താണ്, അത് കൃത്യമായി കണ്ടെത്തുന്നില്ല, അതിനെ ചേസ് ചെയ്യുന്നില്ല. നമ്മുടെ പാഷൻ എന്താണെന്ന് തിരിച്ചറിയണം. കാരണം നമ്മളൊക്കെ ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് ഓരോ പർപ്പസ് സെർവ് ചെയ്യാനാണ്. നമുക്കൊക്കെ ഓരോരോ സ്കിൽസ് അല്ലെങ്കിൽ ഓരോരോ കപ്പാസിറ്റികൾ ഉള്ള വ്യക്തികൾ തന്നെയാണ്. എല്ലാ വ്യക്തികളും യൂണീക്കാണ്, എല്ലാവർക്കും എന്തെങ്കിലും മേഖലയിൽ ഒരു കപ്പാസിറ്റി ഉണ്ട്, ഏതെങ്കിലും ഒരു മേഖലയിൽ അവർ ഒരു ടോപ്പ് പെർഫോമർ തന്നെയാണ്. പക്ഷെ അത് തിരിച്ചറിയുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ 18 വയസ്സിനും 28 വയസ്സിനും ഇടയ്ക്ക് എന്താണ് നമ്മുടെ പാഷൻ എന്ന് കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കണം. അത് പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ എവിടെയൊക്കെയാണ് നമുക്ക് സന്തോഷം ലഭിക്കുന്നത്, എന്തൊക്കെ ചെയ്യുമ്പോഴാണ് കൂടുതൽ റിസൾട്ട് ഉണ്ടാവുന്നത്, എന്ത് ചെയ്യുമ്പോഴാണ് ആളുകൾക്ക് കൂടുതൽ നന്മയെ അത് ഭവിക്കുന്നത്, ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ പാഷൻ എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ചേസ് ചെയ്ത് മുൻപോട്ട് പോകാനും തയ്യാറാണ്. അതല്ലാതെ ഒരു കൂട്ടം ആളുകൾ ഒരു വഴിക്ക് പോകുന്ന കാണുമ്പോൾ അവരുടെ കൂടെ പോവുകയും മറ്റൊരു കൂട്ടം ആളുകൾ വേറൊരു വഴിക്ക് പോകുന്ന കാണുമ്പോൾ അവരുടെ കൂടെ പോവുകയും ചെയ്യുന്ന ഒരു ശീലമുണ്ടെങ്കിൽ അത് മാറ്റി നമ്മുടെ പാഷൻ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ആ പാഷനെ ചേസ് ചെയ്ത് മുന്നേറാനായി നമുക്ക് കഴിയണം. ഇത്തരത്തിൽ പാഷനെ തിരിച്ചറിയുക, ആ പാഷനെ ചേസ് ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 18 വയസ്സിനും 28 വയസ്സിനും ഇടയിൽ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു മിസ്റ്റേക്കാണ് നമ്മുടെ പാഷൻ എന്താണെന്ന് തിരിച്ചറിയാതെ ഏതെങ്കിലും വഴികളിലൂടെ സഞ്ചരിക്കുന്ന ഒരു ശീലം. 6, അപ്രോച്ച് ടു ലവ്. പ്രണയത്തോടുള്ള സമീപനം. പ്രണയത്തോടുള്ള സമീപനം ഈ പ്രായത്തിൽ ഒട്ടുമിക്ക വ്യക്തികൾക്കും മിസ്റ്റേക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പ്രണയിക്കുന്നതിനോട് എതിരൊന്നും എനിക്കില്ല, എന്നാൽ പ്രണയത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഈ പ്രായത്തിലുള്ള ആളുകളെ സംബന്ധിച്ച് മറ്റു ഉത്തരവാദിത്തങ്ങളെല്ലാം അങ്ങോട്ട് ഒഴിവാക്കും. എന്തൊക്കെയാണോ ചെയ്യേണ്ടത്, എന്തൊക്കെയാണോ തന്റെ റെസ്പോൺസിബിലിറ്റി ഉള്ളത്, ആ റെസ്പോൺസിബിലിറ്റികളെല്ലാം ഒഴിവാക്കി ഈ പ്രണയത്തെ മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകും. ശരിയായ ഒരു നിലപാടല്ല ഒരിക്കലും അത്. അങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ നമ്മളെന്ന വ്യക്തിക്ക് ഈ ഭൂമിയിൽ സെർവ് ചെയ്യേണ്ട പർപ്പസ് സെർവ് ചെയ്യാനായിട്ടുള്ള നമ്മുടെ സമയം ഒരുപാട് നഷ്ടപ്പെടും, നമ്മുടെ എനർജി ഒരുപാട് നഷ്ടപ്പെടും. ഒരുപക്ഷെ നാളെ ഒരു പ്രണയ നൈരാശ്യം ഉണ്ടാകുന്ന സമയത്ത് എൻ്റെ ലോകം അവസാനിച്ചു എന്ന ചിന്തയായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അതേസമയം നമ്മുടെ റെസ്പോൺസിബിലിറ്റികളും നമ്മുടെ ഉത്തരവാദിത്തങ്ങളും ഒക്കെ കൃത്യമായി ചെയ്തുകൊണ്ട്, പഠിക്കുന്ന വ്യക്തിയാണെങ്കിൽ കൃത്യമായി പഠിച്ചുകൊണ്ട്, അതല്ല ഒരു ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ കൃത്യമായി ജോലി ചെയ്തുകൊണ്ട്, പ്രാക്ടിക്കലായ രീതിയിൽ ചിന്തിച്ചുകൊണ്ട് ഒരു ലൈഫ് ബിൽഡ് ചെയ്യാൻ വേണ്ടി മുൻപോട്ട് പോകുന്ന അപ്രോച്ച് എടുക്കാൻ തയ്യാറാവണം. പ്രണയം എന്നുള്ള ഒരു കാര്യം, ഈ ഒരു പ്രായത്തിൽ നമ്മൾ എടുക്കുന്ന അപ്രോച്ചുകൾ പലപ്പോഴും തെറ്റായിരിക്കും. ഒന്നാമത്തെ തെറ്റിതാണ് നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് പ്രണയത്തിന് മാത്രമായി സമയം കണ്ടെത്തുന്ന കാര്യം. 2, ഒരു പ്രണയ നൈരാശ്യം വരുമ്പോൾ എൻ്റെ ജീവിതം ഇവിടെ അവസാനിച്ചു, ഇനി എനിക്ക് മുൻപോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ള ചിന്തയിൽ മനസ്സ് മടുക്കുന്ന ഒരു ശീലം. ഇത് രണ്ടും തെറ്റായ കാര്യം തന്നെയാണ്. പ്രണയത്തോടുള്ള നമ്മുടെ അപ്രോച്ചും മാറ്റേണ്ടത് തന്നെയാണ്. പ്രധാനമായും ഈ കാര്യങ്ങളൊക്കെയാണ് ഒരു 18 വയസ്സിനും 28 വയസ്സിനും ഇടയിലുള്ള ആളുകൾ ചെയ്യുന്ന മിസ്റ്റേക്കുകൾ. ഈ ഒരു മിസ്റ്റേക്കുകൾ നമുക്ക് ഉണ്ടാവാതിരിക്കാനായി ശ്രദ്ധിക്കുക. ഈ മിസ്റ്റേക്ക് ഉണ്ടാക്കാതെ എങ്ങനെ നമുക്ക് ഭാവിയിലേക്ക് കരുപിടിപ്പിക്കാനായി നമ്മുടെ സെൽഫ് ഇംപ്രൂവ്മെന്റ് ചെയ്യാം, എത്തരത്തിൽ നമുക്ക് നമ്മുടെ പാഷനെ കണ്ടെത്തി അതിനെ ചേസ് ചെയ്യാം, എവിടെയുള്ള എൻ്റെ സ്കിൽസാണ് ഞാൻ കൂടുതൽ ഇംപ്രൂവ് ചെയ്യേണ്ടത്, അതിനെയൊക്കെ കുറിച്ച് ചിന്തിച്ച് കൃത്യമായി എവിടെയൊക്കെ വർക്ക് ചെയ്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന വലിയൊരു വിജയം ജീവിതത്തിൽ നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ ആശംസിക്കുന്നു. ഇതല്ലാതെ ഈ പ്രായത്തിലുള്ള വ്യക്തികൾ ചെയ്യേണ്ട മറ്റെന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യമുണ്ടെങ്കിൽ അതെന്താണ് എന്ന് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാൻ കൂടി റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വിഷിംഗ് ഓൾ ദി വെരി ബെസ്റ്റ്. NK സൈനിങ് ഓഫ്.